നമസ്കാരം. രണ്ട് പത്രങ്ങളിലെ സിറാജിൻ്റെയും സുപ്രഭാതത്തിൻ്റെയും ഇന്നത്തെ പാലക്കാട്ടെ പരസ്യം കണ്ട് രാവിലെ അന്തിച്ചിരിക്കുകയാണ് നാട്ടുകാർ. പാലക്കാട്ടുകാർ ഇങ്ങനൊരു പരസ്യം പ്രതീക്ഷിച്ചിരുന്നതല്ല. അതിൻ്റെ പിന്നിൽ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കിൻ്റെ കഥ ഉണ്ട്. ആ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പത്രം ഒന്ന് കാന്തപുരം സുന്നികളുടെ മുഖപത്രമാണ് സിറാജ്. രണ്ടാമത്തേത് സമസ്തയുടെ, ലീഗിൽ വലിയ സ്വാധീനമുള്ള സമസ്തയുടെ മുഖപത്രമാണ് സുപ്രഭാതം. ഇതിൻ്റെ വിശദാംശത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ ഞാനൊരു കഥ പറയാം. കഥയല്ല, യാഥാർത്ഥ്യമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം. വടകരയിൽ കെ ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലുമാണ് സ്ഥാനാർത്ഥികൾ. LDFൻ്റെയും UDFൻ്റെയും കടുത്ത മത്സരമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അന്ന് ഏത് വിധേനയും ശൈലജ ടീച്ചറെ തോൽപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ലക്ഷ്യമായിരുന്നു. അത്ര ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല എന്ന് പൊതുവായ വികാരം റിസൾട്ടിന് ശേഷം മനസ്സിലാവുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ റിസൾട്ടിന് മുമ്പ് പ്രചരണകാലത്ത് അങ്ങനെയൊന്നും അല്ലല്ലോ. അങ്ങനെ പല പ്രശ്നങ്ങൾ കടന്നു വന്ന സമയത്ത് CPIMൻ്റെ LDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അവിടെ ഒരു പരസ്യം കൊടുക്കാൻ തീരുമാനിച്ചു. സുപ്രഭാതത്തിൽ ഉൾപ്പെടെ പരസ്യം കൊടുക്കാൻ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള പരസ്യമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ശൈലജ ടീച്ചർ വിജയിക്കണം എന്ന് പറയുന്ന പരസ്യമാണ്. പക്ഷേ സമസ്തയ്ക്ക് KC വേണുഗോപാൽ വഴി ഒരു അന്ത്യശാസനം പോയി. LDFൻ്റെ പ്രചരണ പരസ്യം പ്രസിദ്ധീകരിക്കരുത് എന്ന്. സമസ്തയിലെ ഇടത് അനുകൂലികൾ കുറച്ച് ആൾക്കാരുണ്ട്. അവർ നിരന്തരം വാർത്തകളിൽ സമസ്തയെ തന്നെ കുഴപ്പത്തിലാക്കുന്ന, ലീഗിനെ UDFിലെയും കുഴപ്പത്തിലാക്കുന്ന ചർച്ചകൾക്കൊക്കെ വഴി മരുന്നിടുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ ഈ അന്ത്യശാസനം ആദ്യം പാലിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവസാന നിമിഷം പാതിരാത്രിയിലാണ് ഇങ്ങനൊരു പരസ്യം പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ട് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയിപ്പ് കിട്ടിയത്, ലീഗിൻ്റെ വിവരം കിട്ടിയത്. കോൺഗ്രസ് കേരളം വഴിയല്ല, KC വേണുഗോപാൽ വഴി ഓപ്പറേറ്റ് ചെയ്തു എന്നാണ് വാർത്തകൾ, വിവരങ്ങൾ കിട്ടിയിരുന്നത്. അങ്ങനെ ആ പരസ്യം ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ആ പരസ്യം വടകരയിൽ കൊടുത്തില്ല. ബാക്കി എല്ലായിടത്തും കൊടുത്തു, പക്ഷേ വടകരയിൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് വടകരയിലെ ആ പരസ്യം, വടകരയിൽ ഭയങ്കര സ്വാധീനമുണ്ട് സംസ്ഥയ്ക്ക് എന്നൊക്കെയാണല്ലോ അന്നേരം പറഞ്ഞിരുന്നത്, അങ്ങനെയുള്ള ആ പരസ്യം കൊടുത്തില്ല. എന്നാൽ അന്നത്തെ ആ അന്ത്യശാസനം, കോൺഗ്രസിൻ്റെ അന്ത്യശാസനം സമസ്ത കേട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കോൺഗ്രസ്, ലീഗ് ഒക്കെ വലിയ വെന്നിക്കൊടി പാറിച്ചു. ഇടതുപക്ഷം തകർന്ന് തരിപ്പണായി എന്ന് പറയാവുന്ന വിധത്തിൽ ഒരു സീറ്റിൽ മാത്രം വിജയിച്ചു. സ്വാഭാവികമായും സമസ്ത അടങ്ങും. ഇനി അതിലെ ഇടത് അനുകൂലികളോ കോൺഗ്രസ് വിരുദ്ധരോ RSS വിരുദ്ധരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അടങ്ങും എന്നാണ് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ സമസ്തയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും UDFനും ലീഗിനും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒന്നും അസാധാരണമായി പ്രതീക്ഷിച്ചിരുന്നതുമല്ല. പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലെത്തി. സ്വാഭാവികമായി അവിടുത്തെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ നമുക്കറിയാം. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ്, ഷാഫി പറമ്പിലല്ല സ്ഥാനാർത്ഥി എന്നുള്ള സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഇന്നലെ പ്രചരണം അവസാനിച്ചു. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോഴാണ് പാലക്കാട്ട് UDFുകാർ ഞെട്ടുന്ന വിധത്തിൽ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് സന്ദീപ് വാര്യരുടെ പേരിൽ തന്നെ കണ്ടത്. സന്ദീപ് വാര്യരുടെ പേരിൽ UDFനെ നിലം പരിശാക്കുന്ന സന്ദീപ് വാര്യരുടെ പഴയ പോസ്റ്റുകളൊക്കെ എടുത്തിട്ട് മുസ്ലിം വിഭാഗത്തിനെതിരായ വിദ്വേഷ പ്രചരണത്തിൻ്റെ അങ്ങേയറ്റത്തെ, നമ്മളൊക്കെ ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ കാണാൻ പോലും ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള, നേതാക്കളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പഴയ പോസ്റ്റുകളൊക്കെ പുനഃപ്രസിദ്ധീകരിച്ച് ഈ പത്രം ഒരു പരസ്യം കൊടുത്തു. സിറാജും കൊടുത്തു. സിറാജ് പിന്നെ കൊടുക്കുമെന്ന് വിചാരിക്കാമെന്നാൽ പോലും സുപ്രഭാതം അമ്മാതിരി ഒരു പരസ്യം കൊടുത്തു. സരിൻ തരംഗം എന്നെഴുതിയ മുകളിലത്തെ പരസ്യത്തിൻ്റെ പ്രധാന ഭാഗമല്ല, അതിനുശേഷമുള്ള ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടം എന്ന് തുടങ്ങി ഒരു വലിയ മാലയായി മാധ്യമ പത്രത്തിലെ വാർത്ത വരെ നീളുന്ന പഴയ കാര്യങ്ങൾ എടുത്തിട്ടലക്കിയ ഒരു പരസ്യം. എന്താ അല്ലേ? ഇമാതിരി പരസ്യം കൊടുക്കുമ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിച്ചതിൻ്റെ സർജിക്കൽ സ്ട്രൈക്കിൽ അഭിരമിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ, അല്ലെങ്കിൽ ലീഗ് നേതൃത്വത്തിന്മേലുള്ള ഒരു വലിയ ആഘാതമാണ് ഈ പരസ്യം വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ സന്ദീപ് വാര്യർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ മറന്നുപോയ കാര്യങ്ങളെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിലെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലഡു കൊടുത്ത് സ്വീകരിച്ച സന്ദീപ് വാര്യരാണ്. ആ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ തൻ്റെ പഴയ നിലപാടുകളൊന്നും തിരുത്തിയിട്ടില്ല. ആകെ ഒരു പ്രസ്താവനയാണ്, രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിൻ്റെ കടയിലേക്ക് വരുന്നു, എന്നെ പോലെയുള്ള ഇത്രയും കാലം കഴിഞ്ഞ വിഷത്തിൻ്റെ കടയിൽ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, എന്നിട്ട് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വരുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയിലും തിരുത്തൽ വരുത്തിയിട്ടില്ല. ഒന്നും തിരുത്താനുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ, മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ വഴുതി മാറുകയും ചെയ്യുന്ന സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. ഈ ഘട്ടത്തിലാണ് പരസ്യം വരുന്നത്. ഇത് കേരളത്തിലെ
മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ, പൊതുവായി രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകളെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന ഒരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് സരിൻ LDFിലേക്ക് പോയതുപോലെയാണ് എന്ന് ലളിതവൽക്കരിക്കുന്ന ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ BJPക്ക് ഉണ്ടാക്കുന്ന സ്വീകാര്യതയുടെ ഒരു മറു തന്ത്രമായി നമുക്ക് കാണാം. കേരള രാഷ്ട്രീയത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പുണ്ടാക്കുന്ന റിസൾട്ട്, പാലക്കാട് പ്രത്യേകിച്ചും സന്ദീപ് വാര്യരുടെ വരവിന് ശേഷം ഉണ്ടാക്കിയിരിക്കുന്ന യഥാർത്ഥ റിസൾട്ട് എന്ന് പറയുന്നത് BJP CPMനെയും കോൺഗ്രസിനെയും പോലെ ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ്. സരിനെ കോൺഗ്രസിൽ നിന്നും CPMലേക്ക് സ്വീകരിക്കുന്നത് പോലെ മാത്രമാണ് BJPയിലെ ഒരു നേതാവിൻ്റെ പൂർവ്വകാലത്ത് ഉള്ള കാര്യങ്ങളെ മുഴുവൻ ഇങ്ങനെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉള്ളത്. അപ്പോൾ BJPക്ക് എന്താ ഇതുപോലുള്ളൊരു പാർട്ടിയാണ് എന്ന ബോധമുണ്ടാക്കാൻ കോൺഗ്രസിന് വിജയകരമായി കഴിഞ്ഞു. അതുവഴി കേരളത്തിൽ പാലക്കാട്ട് സതീശൻ വെച്ച നറേറ്റീവ് പോലെ തന്നെ ഇവിടെ കോൺഗ്രസും BJPയും മതി, ബാക്കിയെല്ലാം ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ് എന്ന മട്ടിലുള്ള രാഷ്ട്രീയ നറേറ്റീവ് വിജയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ആത്യന്തികമായി കോൺഗ്രസ് പോലെ BJP ഒരു പാർട്ടി, CPM ഒക്കെ ഉൾപ്പെടുന്ന 2-3 പാർട്ടികൾ ഉൾപ്പെടുന്ന ഒരു പരിപാടിയാണ് കേരളത്തിലുള്ളത് എന്ന് ഈ സാഹചര്യം സൃഷ്ടിക്കുകയാണ്. എന്തായാലും ഇത് വലിയ വിജയത്തിലേക്ക് നയിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇന്ന് ഈ ഒരു CPMൻ്റെ ഈ പരസ്യം വരുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം പോയിട്ട് ലീഗ് നേതൃത്വം പോലും അറിയാത്ത വിധം സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു പരസ്യം വന്നു. അതൊരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ, സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോയ സതീശൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് പോലെ വലിയൊരു പരിപാടിയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് എന്തൊക്കെയാണ് പരസ്യത്തിൽ പറയുന്നത് എന്ന് ആദ്യം നോക്കാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ. ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ ഹാ കഷ്ടം എന്ന അദ്ദേഹം ട്രൗസറും കുപ്പായും ഇട്ടിട്ടുള്ള RSSൻ്റെ ചിത്രം വെച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പുണ്ട്. കേരള സമൂഹത്തിൽ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും സന്ദീപ് വാര്യർ നടത്തിയ വിദ്വേഷ പ്രചരണങ്ങൾ ഭീതിപ്പെടുത്തുന്നതാണ്. ശശികലയെ പോലും കടത്തിവെട്ടുന്ന ന്യൂനപക്ഷ വിരുദ്ധതയാണ് സന്ദീപിൻ്റെ പല പോസ്റ്റുകളും. തികഞ്ഞ മതേതരവാദിയായ ഡോക്ടർ സരിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിട്ട് പകരം കോൺഗ്രസ് സ്വീകരിക്കുന്നത് കാളകൂട വിഷത്തെയാണ്. സന്ദീപ് വാര്യരുടെ ന്യൂനപക്ഷ വിരുദ്ധ പോസ്റ്റുകൾ പിന്നാലെ വയ്ക്കുന്നു. അതിലൊന്ന് കാശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് സന്ദീപ് ഇട്ട പോസ്റ്റാണ്. സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു പോസ്റ്റ് ഇങ്ങനെ: പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടുക ആണ് ഏക പോംവഴി. ഒരു 3000-ഓ 4000-ഓ എണ്ണത്തിനെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ച് കൊല്ലണം. ബാക്കിയുള്ളവർ തന്നെ ഒതുങ്ങി മര്യാദക്കാരാവും. അനുഭവം ഗുരു എന്നാണ് ഒന്ന്. ഇതുപോലെ പറയുന്ന ഓരോ പോസ്റ്റുകളെയും ഈ സുപ്രഭാതം പരസ്യത്തിൽ അക്കമിട്ട് നിരത്തുന്നു. ഒപ്പം CAA കേരളത്തിൽ നടപ്പാക്കും എന്ന് അടിവരയിട്ട് പറഞ്ഞ സന്ദീപ് വാര്യരുടെ പ്രസ്താവന, അടുത്ത ഭരണം കോൺഗ്രസിനാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുമ്പോൾ അതിൽ CAA നടപ്പാക്കും എന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ ആ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഈ പോസ്റ്റ് ഒന്നും കൂടി നമ്മളെ മുമ്പിലേക്ക് ചർച്ചയ്ക്ക് വരികയാണ്. ഒപ്പം കമൽനാഥ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഞങ്ങൾ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് വെള്ളി ശിലകൾ അയച്ചത് അവരാണ് എന്ന് പറഞ്ഞതും, എന്താണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം, ഗാന്ധിയെ ചെറുതായി ഒന്ന് വെടിവെച്ചു കൊന്നു എന്ന സന്ദീപ് വാര്യരുടെ ചാനൽ ചർച്ചയ്ക്കിടയിലുള്ള പരാമർശവും, ബാബറി മസ്ജിദ് തകർത്തതിനെ എതിർത്തവരെ കീടങ്ങൾ എന്ന് ചിത്രീകരിച്ച ഹാർപ്പിക്ക് കീടാണുക്കൾ തല പുറത്തേക്കിട്ട് പറയുകയാണ് ആ 130 കോടിയിൽ ഞങ്ങളില്ല എന്ന്, അല്ലെങ്കിലും നിങ്ങളെയൊക്കെ ആര് കൂട്ടിയിരിക്കുന്നു, ഗെറ്റ് ഔട്ട് ഹൗസ് എന്ന് രാമക്ഷേത്ര ഉദ്ഘാടന ദിവസം പറഞ്ഞ കാര്യം ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ ഈ പരസ്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൂടെ അതിൻ്റെ കൺക്ലൂഷനായിട്ട് ഈ മാധ്യമ പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ മാധ്യമ പത്രത്തിൻ്റെ ക്ഷേത്ര നിർമ്മാണമായപ്പോൾ കോൺഗ്രസിൻ്റെ ഹിന്ദുത്വ വഴി എന്ന പഴയ ലീഡ് വാർത്ത, ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമത്തിൻ്റെ പഴയ ലീഡ് വാർത്തയും ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട്. ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യാനാണോ ജമാഅത്തെ ഇസ്ലാമിക്കാരും SDPIക്കാരും പറയുന്നത് എന്ന ചോദ്യവും ഇവർ ചോദിക്കുന്നുണ്ട്. ഈ പരസ്യത്തിൻ്റെ അസാധാരണത്വം സിറാജിലും സുപ്രഭാതത്തിലുമല്ല, ഇന്നലെ മാതൃഭൂമിയിലും സരിൻ തരംഗം എന്ന തലക്കെട്ടിൽ പരസ്യം നൽകിയിരുന്നു. പക്ഷേ അതിലൊന്നും സന്ദീപ് വാര്യരുടെ ഈ ഉള്ളടക്കം ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളത് ഇന്ന് വരാനിരുന്ന പരസ്യത്തിൻ്റെ മുന്നോടിയായുള്ള ജാഗ്രതയായിട്ട് വേണം നമുക്ക് കരുതാൻ. മാതൃഭൂമിയിൽ ഇന്നലെ അങ്ങനെ പരസ്യം അതും കൂടി ഉൾപ്പെടുത്തി വന്നാൽ ഇന്നത്തെ ഈ പരസ്യം തടയാൻ ചിലപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞേക്കുമായിരുന്നു എന്നുള്ള മുന്നറിവ് കൊണ്ടുകൂടിയായിരിക്കും മാതൃഭൂമിയിലെ പരസ്യത്തിൽ നിന്ന് അത് സമർത്ഥമായി ഒഴിവാക്കിയത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ജാഗ്രത പുലർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനെ മറികടക്കാൻ CPMൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിക്ക് കഴിഞ്ഞു. സന്ദീപ് വാര്യരുടെ ഈ ഉള്ളടക്കത്തെ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഇതുവരെ പിൻവലിക്കാത്ത കാര്യം, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും ആവോളം RSSകാർ പ്രചരിപ്പിക്കുന്ന കാര്യം, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ വിദ്വേഷ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഉള്ളടക്കം ഇതിലുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ മട്ടാഞ്ചേരി മാഫിയ ഉണ്ട് എന്ന് ആദ്യം പറഞ്ഞ സന്ദീപ് വാര്യർ കൂടിയാണ് ഇത് എന്ന് മുസ്ലിം സിനിമാക്കാരെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കിയ സന്ദീപ് വാര്യരുടെ ഭൂതകാലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി മാധ്യമ പത്രത്തിൽ പരസ്യമില്ല
അറിയിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. മാധ്യമ പത്രത്തിൽ അതൊരു മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ്. പക്ഷേ മാധ്യമം വഴി പറയേണ്ടത് MP രാജേഷ് രാവിലെ തന്നെ മാധ്യമത്തിൻ്റെ ചാനലായ മീഡിയ വൺ ചാനലിൻ്റെ റിപ്പോർട്ടറോട് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. പാണക്കാട്ട് പോയി ഒരു കസേരയിട്ട് സന്ദീപ് വാര്യരെ പോലൊരു വെറുപ്പിൻ്റെ പ്രചാരകനെ ഇരുത്തിയത് കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും അശ്ലീലമായ കാഴ്ചയാണ്. ഭാഗ്യം സന്ദീപ് വാര്യരുടെ കയ്യിൽ ഒരു ടയർ കിട്ടിയില്ല. ഉണ്ടെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ കഴുത്തിലിട്ടേനെ. ഒരു ടയറെങ്ങാനും കിട്ടിയാൽ കഴുത്തിലിടുക, അതാണല്ലോ പരിപാടി. സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എടുത്തതിനെക്കുറിച്ച് മീഡിയ വണ്ണിൻ്റെ അഭിപ്രായം എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട്. സന്ദീപ് വാര്യർ CPMലേക്ക് പോകുന്നു എന്നൊരു വ്യാജ വാർത്ത വന്നപ്പോൾ കാവി ചുവപ്പാകുമോ എന്ന് രാത്രി ചർച്ച നടത്തി മീഡിയ വൺ അന്ന് മുന്നോട്ട് പോയി. ആ മീഡിയ വണ്ണിൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം എന്താണ്? അന്ന് നിങ്ങൾ ഞങ്ങൾക്കെതിരെ ചർച്ച ചെയ്തു, അതും ഇല്ലാത്ത ഒരു വ്യാജ വാർത്തയുടെ ബലത്തിൽ. ഇപ്പോൾ ഇതാ കോൺഗ്രസ് സന്ദീപ് വാര്യരെ സ്വീകരിച്ചിരിക്കുന്നു. വെളുപ്പിക്കാനല്ലേ ഇപ്പോൾ നിങ്ങൾ നടക്കുന്നത്? നിങ്ങളുടെ വെറുപ്പും വിദ്വേഷവും ലീഗിനെയും കോൺഗ്രസിനെയും UDFനെയും ജനങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് MP രാജേഷ് മീഡിയ വണ്ണിനോട് പറഞ്ഞ കാര്യം. ചുരുക്കത്തിൽ ആത്യന്തികമായി കേരള രാഷ്ട്രീയത്തിലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന സംഭവബഹുലമായ ചങ്ങല ഏറ്റവും ഒടുവിൽ ഈ പത്രപരസ്യത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനി നാളെ എന്തൊക്കെ വരും എന്ന് നമുക്കറിയില്ല. നാളെ രാവിലെയും അണിയറയിൽ ഓരോ പത്രത്തിലും, പ്രത്യേകിച്ചും സിറാജിലും സുപ്രഭാതത്തിലും ഒക്കെ വരാനുള്ള പരസ്യങ്ങൾ അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. അത് കോൺഗ്രസിൻ്റേതുൾപ്പെടെ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ കോൺഗ്രസ് ഈ വിരോധത്താൽ സുപ്രഭാതത്തിന് നൽകിയ പരസ്യം പിൻവലിക്കുമോ എന്നറിയില്ല. പരസ്യമൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ നാളെ നമ്മുടെ മുമ്പിലേക്ക് വരും. നാളെ പക്ഷേ തെരഞ്ഞെടുപ്പാണ്, ചർച്ച ചെയ്യാനുള്ള സമയം കിട്ടില്ല. അതിനു മുമ്പ് തന്നെ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുക എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇന്നിപ്പോൾ ഒരു മർമ്മപ്രധാനമായ ദിനത്തിൽ മർമ്മത്തിലടിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി ഒരു സർജിക്കൽ സ്ട്രൈക്ക് പത്രത്തിലൂടെ നൽകി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ സന്ദീപ് വാര്യരുടെ പേരിലാണ് പാലക്കാട് 2 സർജിക്കൽ സ്ട്രൈക്കുകൾ ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒന്ന്, സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എടുത്തുകൊണ്ട് സതീശൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ആഘാതം, സർജിക്കൽ സ്ട്രൈക്ക്. രണ്ടാമത്തേത്, ഇന്ന് CPMൻ്റെ പത്രപരസ്യത്തിലൂടെ അതേ സന്ദീപ് വാര്യരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് തിരിച്ചു നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്. അതും UDFന് ഒരാഘാതമാണ്. പാലക്കാട്ടെ വോട്ടെടുപ്പിൽ അത് ചർച്ച ചെയ്യിക്കുക എന്നുള്ള അവരുടെ ലക്ഷ്യം വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലൊരു മാധ്യമ സാഹചര്യമുണ്ട്. അത് വോട്ടിനെ എന്തുമാത്രം സ്വാധീനിക്കും എന്ന് നമുക്കറിയില്ല. മാത്രമല്ല, വടകരയിലേതുപോലെ ഷാഫി പറമ്പിലിനെ പോലെ അവിടെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളല്ല UDFൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് കൂടി ഈ ചർച്ചയുടെ പോക്കിൻ്റെ ഗതി നിർണ്ണയിക്കും. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിക്കൂട്ടിലാക്കാൻ സന്ദീപ് വാര്യരെ മുന്നോട്ട് വെച്ച് അദ്ദേഹത്തിൻ്റെ ഭൂതകാല ചെയ്തികളെ ആവർത്തിച്ചോർമ്മിപ്പിച്ച് അതിൽ നിന്നും പിന്നോട്ട് പോകാത്ത ഒരു കോൺഗ്രസ്സുകാരനായി പരിണമിച്ചു എന്ന് അവകാശപ്പെടുന്ന സന്ദീപ് വാര്യരെ നഗ്നനായി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ കുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ സർജിക്കൽ സ്ട്രൈക്കിലൂടെ CPM ലക്ഷ്യമിട്ടത്. അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്ന് നമുക്കറിയില്ല. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.